ഐഡിയസ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ഒരു റാഡോ വാച്ചിൻ്റെ റിവ്യൂമായിട്ടാണ്. റാഡോ വാച്ചിൻ്റെ റിവ്യൂ മാത്രമല്ല, ഈ വാച്ച് നമ്മൾ ഒരാൾക്ക്, എൻ്റെ ഒരു ഫ്രണ്ടിന് വേണ്ടിയിട്ട് ഗിഫ്റ്റ്, അതായത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് വാങ്ങിച്ച ഒരു വാച്ചാണ്. അപ്പോൾ സർപ്രൈസ് ഗിഫ്റ്റ് കൊടുക്കുന്നതോടൊപ്പം തന്നെ ഈ വാച്ചിൻ്റെ റിവ്യൂവും കൂടെ നിങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ, ഇന്നത്തെ സ്പെഷ്യൽ വീഡിയോ നിങ്ങൾക്കായിട്ട് ഞാൻ അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോയിൽ ഈ വാച്ചിൻ്റെ റിവ്യൂവും ഒപ്പം തന്നെ അദ്ദേഹത്തിന് കൊടുക്കുന്ന ഗിഫ്റ്റ് സർപ്രൈസും കൂടി നിങ്ങളിലേക്ക് എത്തിക്കുകയാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ വാച്ച് ഞാൻ വാങ്ങിയത് നമ്മുടെ ആദ്യത്തെ വ്ളോഗ് വീഡിയോ ആയ റാഡോ വാച്ചിൻ്റെ ഷോപ്പ് കാണിച്ച ആ ഷോപ്പിൽ നിന്നുമാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഫ്രണ്ടായ റഷീദിൻ്റെ അടുത്തു നിന്നുമാണ് ഞാൻ ഈ വാച്ച് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ ബോക്സിലുള്ള വാച്ച് ഏതാണ്, ഈ വാച്ചിൻ്റെ വാല്യൂ, ഇതിൻ്റെ വില, ഇതിൻ്റെ സ്പെസിഫിക്കേഷൻ കണ്ടതിന് ശേഷം നിങ്ങൾ എന്തുമാത്രം വിലയുള്ള ഒരു വാച്ചാണ് അദ്ദേഹത്തിന് ഗിഫ്റ്റായിട്ട് കൊടുത്തതെന്ന് കണ്ടിരിക്കുമെന്ന് അറിഞ്ഞിരിക്കുക. ഈ വാച്ചിന് ഗിഫ്റ്റ് കൊടുത്തത് ഞാനല്ല, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ഒരാൾ ഗിഫ്റ്റ് കൊടുക്കുവാൻ വേണ്ടിയിട്ട് തന്നതാണ്, എന്നെ ഏൽപ്പിച്ചതാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. നമുക്ക് നേരെ ഈ വാച്ചിൻ്റെ റിവ്യൂ. ഏതൊരാളുടെയും വളരെ കാലം മുതലേ ഉള്ള ആഗ്രഹമായിരിക്കും ഒരു റാഡോ വാച്ച് വാങ്ങുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ആഗ്രഹക്കാരനായിരുന്നു എൻ്റെ ഈ ഫ്രണ്ട്. അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അറിഞ്ഞുകൊണ്ട്, മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് കൊടുത്ത ഗിഫ്റ്റാണ് ഈ വാച്ച്. വാച്ചിൻ്റെ ബോക്സ് മുതൽ നോക്കുകയാണെങ്കിൽ നല്ല ഹാർഡായിട്ടുള്ള, വളരെ ക്വാളിറ്റിയുള്ള, വളരെ മികച്ച ഒരു ബോക്സാണ് റാഡോ കമ്പനി ഈ വാച്ചിന് കൂടെ കൊടുക്കുന്നത്. ഇതിനകത്ത് വരുന്നത് ഒരു വാറണ്ടി കാർഡാണ്. വാറണ്ടി കാർഡ് നമുക്ക് പിന്നെ നോക്കാം. ഇതാണ് വാച്ച്. ഈ വാച്ച് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഇത് ബ്രേസ്ലെറ്റ് വാച്ചായിരുന്നു, ചെയിൻ ഉള്ളൊരു വാച്ചായിരുന്നു. ഗിഫ്റ്റ് കൊടുക്കുന്ന ആൾക്ക് സ്ട്രാപ്പ് വാച്ചിനോടാണ് താല്പര്യം എന്നത് അറിഞ്ഞതുകൊണ്ട് നമ്മളത് ഒരു സ്ട്രാപ്പ് ഇട്ട് വാങ്ങിയിട്ടുണ്ട് ഈ വാച്ച്. ഇതാണ് എൻ്റെ ആക്ച്വൽ ലുക്ക് എന്ന് പറയുന്നത്. ഫുൾ ഗോൾഡിലാണ്. ഇങ്ങനെയാണ് വാച്ച് വരുന്നത്. അപ്പോൾ ഈ വാച്ചിൻ്റെ മോഡൽ എന്ന് പറയുന്നത് റാഡോ ഫ്ലോറൻസ് എന്ന് പറഞ്ഞൊരു മോഡലാണ്. ഇതിൻ്റെ ഉള്ളിൽ ഈ കാണുന്ന 4 ഡയമണ്ട്, ഈ കാണുന്നത് 4 ഡയമണ്ടുകളാണ്. ഈ ഡയമണ്ടുകൾക്ക് സർട്ടിഫിക്കറ്റ് ഉള്ള ഒരു ഡയമണ്ടാണിത്. അപ്പോൾ ഇത് ഡയമണ്ടിൻ്റെ സർട്ടിഫിക്കറ്റ് ആണിത്. വാറണ്ടി കാർഡ് വേറെ ഉണ്ട്. ഇതിൽ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് ഡയൽ, ഇത് ജെമ്മ് ഡയമണ്ടാണ്. 3 ക്വാണ്ടിറ്റി ആണുള്ളത്, 3 എണ്ണം. അതായത് 12, 9, 3യുടെ അവിടെ 3 ഡയമണ്ടുകളാണ്. പിന്നെ ഡയമണ്ടിൻ്റെ ക്യാരറ്റ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 0.027 ആണ് ഇതിൻ്റെ ക്യാരറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ ഡയലിലേക്ക് നോക്കുകയാണെങ്കിൽ ഡയൽ വളരെ ക്ലീൻ ആയിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ഡയലാണ്. അതിൽ ജസ്റ്റ് 3 ഡയമണ്ടുകൾ മാത്രമേ മാർക്കിംഗ്, അതായത് ഇൻഡെക്സ് ആയിട്ട് വരുന്നുള്ളൂ. എന്നാൽ തന്നെ നമുക്ക് സമയമൊക്കെ വളരെ ഈസി ആയിട്ട് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്. 6 o'clock ഭാഗത്തായിട്ടൊരു ഡേറ്റ് വിൻഡോ ഉണ്ട്. ബാക്ക് സൈഡിലായിട്ട് റാഡോ ഇതിൻ്റെ സ്റ്റിക്കറാണത്, അത് പിന്നീട് ഇളക്കി കളയാം. അത് താഴെയായിട്ട് സീരിയൽ നമ്പർ ഉണ്ട്. വാച്ചിൻ്റെ ബാക്കിൽ കാണുന്ന അതേ സീരിയൽ നമ്പർ തന്നെയാണ് ഈ വാച്ചിൻ്റെ വാറണ്ടി കാർഡിലും വരുന്നത്. സീരിയൽ നമ്പർ ഇത് റെഫറൻസ് നമ്പറാണ്. നമ്മൾ വാച്ച് വാങ്ങിക്കുമ്പോൾ, അല്ലെങ്കിൽ ഒരു സെക്കൻഡ് ഹാൻഡ് വാച്ചോ വാറണ്ടി കാർഡൊക്കെ ഉള്ളൊരു വാച്ച് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വാച്ചിൻ്റെ ബാക്കിൽ കാണുന്ന ഈ നമ്പരും ഈ റെഫറൻസ് നമ്പർ കറക്റ്റ് ആണോ നോക്കിയാൽ തന്നെ വാച്ച് ഒറിജിനൽ ആണോ, വാച്ച് ഇതുമായിട്ട് ഈ വാറണ്ടി കാർഡ് മാച്ച് ചെയ്യുന്നതാണോ എന്നൊക്കെ മനസ്സിലാക്കുവാൻ കഴിയും. 2 വർഷത്തെ ഇൻ്റർനാഷണൽ വാറണ്ടിയാണ്. ഇത് നമ്മൾ ലോകത്തുനിന്ന് എവിടെ നിന്ന് വാങ്ങിച്ചാലും, നമ്മൾ ഏത് രാജ്യത്ത് പോയാലും ഇതിൻ്റെ ഒറിജിനൽ ഓതറൈസ്ഡ് സർവീസ് സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞാൽ അവരിത് ഫ്രീ ഓഫ് കോസ്റ്റിൽ റിപ്പയർ ചെയ്ത് തരും, 2 വർഷത്തിനുള്ളിലാണെങ്കിൽ. ഈ വാച്ച് ഒരുപാട് കാലം കൊണ്ട് വിപണിയിൽ ഉള്ള ഒരു വാച്ചാണ്. വളരെ പോപ്പുലാരിറ്റി ഉള്ളൊരു വാച്ചും കൂടിയാണ് റാഡോ ഫ്ലോറൻസ്. ഇതിൻ്റെ തന്നെ ഫുൾ സ്റ്റീല്, അതുപോലെ ഫുൾ ഗോൾഡ്, പിന്നെ 2 ടോൺ ഗോൾഡും സ്റ്റീലും കൂടെ ചേർന്നതും, അങ്ങനെ ഒരുപാട് മോഡലുകൾ ഉണ്ട്. മാത്രമല്ല ഈ മോഡലിനേക്കാളും ഇപ്പോൾ വരുന്നത് ഈ ഫ്ലോറൻസ് എന്ന് പറയുന്ന ഈ മോഡലല്ല, ഇതിൻ്റെ കുറച്ചുകൂടി ലേറ്റസ്റ്റ് ആയിട്ടുള്ളൊരു മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഈ മോഡലിപ്പോൾ നിലവിൽ ഈ മോഡലിപ്പോൾ വരുന്നില്ല, പുതിയതായിട്ട് മാനുഫാക്ചറിങ് ഇല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ ലേറ്റസ്റ്റ് മോഡലാണ് ഇപ്പോൾ വരുന്നത്. ഈ വാച്ചിൻ്റെ കേസ് സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീലിൽ ഗോൾഡ് പ്ലേറ്റഡ് ആണ്. 32 mm ആണ് കേസിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത്. അതുപോലെ കേസിൻ്റെ തിക്നെസ് 6.2 ആണ്. സൈഡിലായിട്ട് ക്രൗണിലും റാഡോയുടെ മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ക്രിസ്റ്റൽ വരുന്നത്, ഗ്ലാസ് വരുന്നത് സഫയർ ക്രിസ്റ്റലാണ്. സ്ക്രാച്ച് റെസിസ്റ്റൻറ്റ് സഫയർ ക്രിസ്റ്റലാണ്. 20 mm വിഡ്ത്തുള്ള ഒരു സ്ട്രാപ്പാണ്. ഒരു ബ്രേസ്ലെറ്റ് ആയിരുന്നു ഇതിൻ്റെ കൂടെ വന്നതെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് സ്ട്രാപ്പാണ് ഇതിപ്പോൾ ഉള്ളത്. ഇത് വരുന്നത് ജെനുവിൻ സ്ട്രാപ്പാണ്. ജെനുവിൻ ലെതറാണ്, ഒറിജിനൽ ലെതറാണ്. അത് റാഡോയുടെ തന്നെ ഒറിജിനൽ ലെതറാണിത്. ഇതിൻ്റെ സ്ട്രാപ്പിൻ്റെ ബക്കിളിലും റാഡോ എന്ന് പ്രത്യേകം പ്രിൻ്റ് ചെയ്തിട്ടുണ്ട്. നല്ല വ്യക്തമായിട്ട് കാണാം. ഇത് അത് ഈ സ്ട്രാപ്പ് വാങ്ങിക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ വരുന്നൊരു ബക്കിളാണ്.
ഇപ്പോൾ ഈ വാച്ച് അധികം കനവില്ലാത്ത ആളുകളുടെ കൈക്ക് സ്യൂട്ടബിൾ ആവുന്ന ഒരു ടൈപ്പ് വാച്ചാണ്. അപ്പോൾ ഈ വാച്ച് എൻ്റെ ഒരു ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറയുകയും അദ്ദേഹം അറിയാതെ തന്നെ നമ്മൾ ഈ വാച്ച് വാങ്ങിയിട്ട് അദ്ദേഹത്തിന് ഒരു സർപ്രൈസ് ഗിഫ്റ്റായിട്ട് കൊടുക്കുകയുമാണ് ഉണ്ടായത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു വീഡിയോ എടുത്ത് വെച്ചിരുന്നു. ആ വീഡിയോയുടെ ചില ഭാഗങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോ കാണിക്കാം. അപ്പോൾ അതിൽ കുറച്ച് പേഴ്സണൽ ടോക്സ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എല്ലാം ഒന്ന് കാണിക്കുന്നതിൽ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഈ വാച്ചിൻ്റെ വില എന്ന് പറയുന്നത് ഏകദേശം 75,000 ആണ് ഈ വാച്ചിൻ്റെ വില, ഇന്ത്യൻ റുപ്പി. വീഡിയോ കാണിച്ചിരുന്നല്ലോ, റാഡോ വാച്ചിൻ്റെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട്, ഒരു ഷോപ്പ് റിവ്യൂ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വാച്ച് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വീഡിയോ ഉണ്ടാവും, നിങ്ങൾക്ക് കാണാം. അപ്പോൾ വാച്ച് എന്തൂസിയാസ്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് ഈ ഒരു ചാനൽ വളരെ ഉപകാരപ്രദമാണ് എന്ന് പലരും കമൻറ്റിലൂടെ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായ വാച്ച് വീഡിയോകൾ നിങ്ങൾക്ക് മിസ്സാവാതെ അപ്പോൾ നോട്ടിഫിക്കേഷൻ വരികയും ഉടൻ തന്നെ നിങ്ങൾക്കത് കാണുവാനും സാധിക്കും. അപ്പോൾ നമ്മളിനി അടുത്തതായിട്ട് കാണാൻ പോകുന്നത് നമ്മൾ ആ ഗിഫ്റ്റ് കൊടുത്ത ചെറിയൊരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ അതും കൂടി കണ്ടിട്ട് നമ്മൾ ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വ്യത്യസ്തമായ വാച്ച് വിശേഷങ്ങളുമായി കാണുന്നത് വരേക്കും ഗുഡ് ബൈ. ഒരു കാര്യം കൂടി നിങ്ങളോട് പറയുവാൻ മറന്നുപോയി. ഇദ്ദേഹത്തിൻ്റെ പേര് നൗഷാദ് എന്നാണ്. എൻ്റെ സഹോദര തുല്യനായ ഒരു ഫ്രണ്ട് കൂടിയാണ്. മറ്റൊരു ദിവസം ഗിഫ്റ്റ് കൊടുക്കുവാനായിരുന്നു ഞാൻ പ്ലാൻ ചെയ്തിരുന്നത്. എന്നാൽ റിയാദിലേക്കൊരു ട്രിപ്പ് പോകുവാൻ വേണ്ടിയിട്ട് പുറപ്പെടുന്ന സമയത്താണ് അദ്ദേഹം വാച്ച് മറന്നുപോയി എന്ന് എന്നെ വിളിച്ചു പറയുന്നത്. അത് യാദൃച്ഛികമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. നിൻ്റെ കയ്യിൽ ഒരു വാച്ച് ഉണ്ടെങ്കിൽ തൽക്കാലം എനിക്ക് തരണേ, വരുമ്പോൾ തിരിച്ചു തരാമെന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹം എന്നെ ഫോൺ ചെയ്യുന്നത്. അപ്പോൾ തന്നെ എനിക്ക് തോന്നി ഇതാണ് പറ്റിയ സമയം ഗിഫ്റ്റ് കൊടുക്കുവാൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നാൽ ഇതുവഴി വരികയാണെങ്കിൽ ഒരു വാച്ച് തരാം. അപ്പോൾ തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വാച്ച് ഞാൻ ഗിഫ്റ്റ് റാപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണ് ഉണ്ടായിരുന്നത്. അതാ അദ്ദേഹം വന്നിരിക്കുന്നു. വാച്ച് നമുക്ക് കൊടുക്കുവാൻ സമയമായിരിക്കുന്നു. അവനും തിന്നാ ഇത് നമുക്ക് റിയാദിൽ നമുക്കൊരു വാച്ച് ഒരു പയ്യന് കൊടുക്കേണ്ടതാണ്. അതുകൊണ്ടാണ് ഇതുവഴി വരാൻ പറഞ്ഞത്. എവിടെ സൂക്ഷിച്ച് വെക്കുന്നത്? നോക്കോ വാച്ചാതെ നോക്കും. തൽക്കാലം പൊട്ടിച്ച കുഴപ്പമില്ല. അല്ല അത് കുഴപ്പമില്ല, നമ്മുടെ ഒരാൾക്കാണ് അത് പ്രശ്നം. നിങ്ങളിവിടെ വാച്ചൊന്നും കണ്ടോ? നിങ്ങൾ വേണ്ട കണ്ടെന്ന് ഇഷ്ടപ്പെട്ടാൽ അവിടെ നമ്മുടെ ആളുണ്ട്, അവന് കൊടുത്തു. കുഴപ്പമില്ലെന്ന് ഞാനല്ലേ പറയുന്നേ. ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് അതിനകത്ത് അപ്പീലില്ലല്ലോ. ഒരാൾക്ക് കൊടുക്കാറുള്ളതാണ്. അല്ല അത് അവിടെ ചെന്നിട്ട് വേറെ പാക്കിംഗ് ഉണ്ട്, അതുകൊണ്ടാ. അതെന്ന് പ്രശ്നമല്ല, നിങ്ങളത് പൊട്ടീരത് പ്രശ്നമല്ല, പൊട്ടീര്. എന്താ കേട്ടാണോ പാവയുടെ വള്ളി കിട്ടുന്നത്? ഇല്ല, എന്റെ വാച്ച് എടുത്ത് വെച്ചിട്ട് കൊള്ളാന്ന് മുറുകയും വെച്ചിട്ട് നടക്കത്തോ. ഇങ്ങനൊന്നും കെട്ടല്ലേ, ബോക്സ് കളിക്കത്തോന്നു. എനിക്ക് പൊട്ടിക്കുന്നതിനോട് തന്നെ യോജിപ്പില്ല. പിന്നെ നീ പറഞ്ഞത് കൊണ്ട് മാത്രം നമ്മളങ്ങ് ചെയ്തതാണ്. പാടമൊന്നും ആയിരിക്കത്തില്ല, അകത്ത് തേപ്പായിരിക്കും. ോ കവർ എവിടെ ഒപ്പിച്ചടാ? നിങ്ങൾക്കുള്ള ചുമ്മാ അതെ, ചുമ്മാ എന്തോ തന്നെ നിങ്ങൾക്കുള്ളതാണ്. നിങ്ങൾക്കുള്ള ഗിഫ്റ്റാണത്. ചേർന്നത് ആണോ? നിങ്ങൾ ഡയറക്റ്റ് കെട്ടിക്കൊണ്ട് ചെറിയാതെ പോയിട്ട് പോവാ, ബാക്കിയൊക്കെ പിന്നെ ചുമ്മാ അങ്ങനെയുള്ള വീഡിയോ നമ്മൾ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഒരാള് പറഞ്ഞിട്ടില്ല. പൈസ എന്താ പണം പോയി പുറവ് കിട്ടുന്നു. അഹങ്കാരി എന്നൊക്കെ പെണ്ണുമ്പോഴേ വിളിക്കാതെ വാച്ച് കെട്ടിയിട്ട്. ഇപ്പൊ ഞാൻ ഇങ്ങോട്ട് വന്നപ്പോ എന്തിനാ വാടകയ്ക്ക് എടുക്കുന്ന വാച്ചൊക്കെ ഇട്ടോണ്ട് പോകുന്നേന്നൊക്കെ ചോദിച്ചു. എന്താ ഞാൻ പറഞ്ഞു ഋഷാദ് ഒരു വാച്ച് അവിടെ വെച്ചത്, ഞാൻ വാച്ച് എടുക്കാൻ മറന്നുപോയി. ഇത് തരുന്നത് വരെ എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു. ഇത് ഡയമണ്ടാണ് കൈ കിടക്കുന്നത്, ശ്രദ്ധിക്കണം കേട്ടോ.